സ്വാഭാവികമായി അദ്ദേഹം പാടും. അല്ലെങ്കിൽ പിറ്റേ ഡിസംബർ 31 പുള്ളി പാടും, വിശുദ്ധന്മാർക്കു ഈ ചിരിയിൽ. ആ വളരെ അനുഗ്രഹീതമായ ഒരു പ്രത്യാശകാരൻ. ഇങ്ങനെ ചില പാട്ടുകളാണ് അദ്ദേഹം പാടുന്നത്. ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മുൻകാല എല്ലാ വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഒരുമിച്ച് ചേർന്ന് സിറ്റി ചർച്ചിൽ കർത്താവിൽ വിശ്രമിക്കുന്ന ചില പ്രിയപ്പെട്ടവരോടുകൂടെ ചേർന്ന് അദ്ദേഹം ഇപ്പോൾ ദൈവരാജ്യത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അതിനാൽ ഞങ്ങളും അതീവ സന്തോഷത്തിലാണ്. ദൈവം നമ്മെ സഹായിക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ ചില പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നിമിഷങ്ങളിൽ 2020 താൻ പ്രിയപ്പെട്ട നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഖേദകരമായി നമ്മുടെ പ്രിയ അംജിത്ത് അവരുകൾ നമ്മെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. നമ്മുടെ സഭ വിട്ടുപോയ കർത്താവിൻ്റെ പൈതൽ ഡട്ടു അവരുകൾ ചില മാസങ്ങൾക്ക് മുമ്പ് കോവിഡ് ബാധിതനായി ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മെ സ്നേഹിച്ച അനേക പ്രിയപ്പെട്ടവർ 2020 ഈ ലോകം വിട്ട് യാത്രയായി. അവരൊക്കെയും രക്ഷിക്കപ്പെട്ടവരൊക്കെയും ദൈവസന്നിധിയിൽ സന്തോഷത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരുടെ വീടുകളിൽ നിന്നും അപ്രകാരം ചില പ്രിയപ്പെട്ടവർ നിത്യതയിൽ പ്രവേശിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അവരെ ഓർത്ത് നിങ്ങൾ ദൈവത്തിൽ സന്തോഷിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. 2020 നമുക്ക് അനേകം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ ദൈവം പ്രദാനം ചെയ്തു. അവർ സന്തോഷത്തോടെ പൈതങ്ങളോടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ബാലാശ്രിതകളും അഴിഞ്ഞ് അവർ ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ വളർത്തി കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൽ തരുവാൻ മാതാപിതാക്കളെ കർത്താവ് നിർബന്ധിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ 2020 ജനുവരി മാസം 20 മകളുടെ കല്യാണം മനോഹരമായ നിലയിൽ അപ്പൻ കർത്താവായ ഞങ്ങളുടെ പിതാവ് അത് ഞങ്ങൾക്ക് വേണ്ടി വിവാഹം എടുത്തു തന്നു, നടത്തി തന്നു. ഞാൻ അതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ പ്രിയ മകൻ നമ്മുടെ വിക്രമിൻ്റെ വിവാഹം ഫെബ്രുവരി 26 ദൈവം നടത്തി തന്നു. അതുപോലെ ഞങ്ങൾ ഏറ്റവും വിഷമിച്ചിരുന്ന ഭാരപ്പെട്ടിരുന്ന കാര്യമാണ് ഖദറിൻ്റെ വിവാഹ ജീവിതം. ദൈവം വളരെ മനോഹരമായ നിലയിൽ അവരെ സഹായിച്ചു. അങ്ങനെ എനിക്ക് 2 മരുമക്കളെ കിട്ടി. ആമേൻ. ജീസസ്. ഒരു മരുമകനെ കിട്ടി. അങ്ങനെ വീട്ടിൽ അംഗസംഖ്യ വർദ്ധിച്ചു. ഇതിൻ്റെ ഒടുവിൽ സഭയെ നിങ്ങൾ അറിയുന്നത് പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി ഒരു എൻഗേജ്മെന്റിലേക്ക് പോകാൻ ദൈവം സഹായിച്ചു. ഏഞ്ചൽ എന്ന കുഞ്ഞുമായി കുന്നപ്പടിക്ക് സമീപമുള്ള ജോൺ വില്യം സാറവറുകളുടെ മകളെ വിവാഹം നിശ്ചയം ചെയ്തു. അവൻ വേഗത്തിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. ഒപ്പം ഞങ്ങൾ വളരെ സങ്കീർണമായി വിഷമിച്ച ഒരു സംഗതിയാണ് സഭയുടെ ഉപരിപഠനം. UK മുതലായ രാജ്യങ്ങളിൽ ഞങ്ങൾ ചില മാസങ്ങൾക്ക് മുമ്പ് അവരെ അയക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചു. പക്ഷേ എല്ലാ പേപ്പറും കൊറോണ മുഖാന്തരം തടസ്സപ്പെട്ടതിനാൽ UK യാത്ര ഞങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തു. അത് നിമിത്തമാണ് വാസ്തവത്തിൽ വിവാഹാലോചനയ്ക്ക് വീണ്ടും മുതിർന്നത്. ശേഷം LLMൻ്റെ ഒരു കോഴ്സിന് വേണ്ടി വളരെയധികം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ടെസ്റ്റുകൾ എഴുതിപ്പിക്കുകയും എൻട്രൻസ് എഴുതിപ്പിക്കുകയൊക്കെ ചെയ്തു. ചില എൻട്രൻസ് ടെസ്റ്റുകൾ ലഭിച്ചു. ഇൻ്റർവ്യൂവിന് വരെ ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂർ വരെ പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേ നിർണായകമായ സെക്കൻഡൊക്കെയുള്ളിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു. വളരെ ഭാരപ്പെട്ട് രാത്രി വണ്ടി ഓടിച്ച് വിഷമത്തോടെ നാട്ടിൽ മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സമയത്തെല്ലാം തക്ക സമയത്ത് ചെയ്യും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, മക്കളെ നിനക്ക് വേണ്ടി ദൈവം വലിയ ചെയ്യും. ഇവനോടൊപ്പം അതേ റാങ്ക് ലിസ്റ്റ് വന്ന പിള്ളേരെ ഇവൻ്റെ കൂടെ നിന്നിട്ട് അവർ ഇൻ്റർവ്യൂവിന് കാറ്റഗറി ലിസ്റ്റിൽ കയറി പോകുമ്പോൾ ഇവർ കണ്ണുകൾ നിറഞ്ഞ് ചുമന്ന് വല്ലാതെ വാപ്പ നമുക്ക് പൊക്കളെ എന്ന് പറയുമ്പോൾ ഇവർ ഹൃദയത്തിൻ്റെ അടി വാസ്തവത്തിൽ നമ്മൾ കാണുകയാണ്. വളരെ ശാന്തമായ നിലയിൽ ദൈവം നിനക്ക് വേണ്ടി കരുതും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. പക്ഷേ ദൈവം എല്ലാം വലിയവനായിരുന്നു. പേരുക്കട കോളേജിൽ ഞങ്ങൾ കുട്ടി വിളിക്കുമ്പോൾ ഏത് വർഷം ചെന്ന് ചോദിച്ചാൽ പറയും ഈ വർഷം അഡ്മിഷൻ ഇല്ല, എല്ലാ സീറ്റും ബുക്ക്ഡാണെന്ന് പറയും. എൻട്രൻസ് ടെസ്റ്റിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ അവർ പറയുന്നതാണ്
എൻട്രൻസ് ടെസ്റ്റ് കഴിയുന്നതിന് മുമ്പ് പറയുന്നതാണ് സീറ്റ് ക്ലോസ്ഡ്. വ്യാജമാണോ ഉള്ളതാണോ എന്നറിയില്ല. ഇങ്ങനെ മിക്ക കോളേജുകളും കൊട്ടി അടയ്ക്കപ്പെട്ടു. പക്ഷെ ദൈവം തക്ക സമയത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ വെറും 5 സീറ്റുകൾ പിന്നെ അവർ പഠിച്ചുകൊണ്ടിരുന്ന ലോ കോളേജിൽ വന്നു. അവിടെയുള്ള ചില സ്റ്റാഫുകളെ നേരിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഓഫീസിൽ കയറി ചെന്നു. ഒരു സീറ്റ് എനിക്ക് തരണം എന്ന് വിളിച്ചു പറഞ്ഞു. CSI ബിഷപ്പുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. എല്ലാ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ദൈവം അത്ഭുതകരമായി അവന് വേണ്ടി LLM-ന് ഒരു അഡ്മിഷൻ കർത്താവ് ഒരുക്കി തന്നു. ഞങ്ങൾ ജീവിതത്തിൽ എല്ലാത്തിനേക്കാളുപരി കല്യാണമോ ജോലിയോ പദവികളോ മറ്റ് ഏത് കാര്യങ്ങളെക്കാൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് വിദ്യാഭ്യാസം മാത്രമാണ്. ആമേൻ. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പെൺകൊച്ചുങ്ങളും ആൺകൊച്ചുങ്ങളും പഠിക്കണം എന്നതിൽ ഞങ്ങൾ നിർബന്ധിതരാണ്. കാരണം 5ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ വിദ്യാഭ്യാസം മുടക്കി ഒരു കപ്പലിൻ്റെ കച്ചവടക്കാരനായി എന്നെ പുറത്തു കളഞ്ഞതാണ്. ഞാൻ തെരുവിൽ നിന്ന് വന്നതാണ്. ദൈവം ഒരുക്കി തന്ന വിദ്യാഭ്യാസത്തിൻ്റെ വഴികളെ ഞാൻ ചിന്തിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതിയാണ് അതെന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പലവട്ടം എൻ്റെ ഭാര്യയെ പഠിപ്പിക്കാൻ ഞാൻ പലയിടങ്ങളിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ആമേൻ. എല്ലാവരും പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 45 വയസ്സിന് ശേഷം ഞാൻ MA എഴുതിയെടുത്തു. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, 2021 നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്യണം താല്പര്യപ്പെട്ടാൽ ആവേശത്തോടെ ജീവിതകാലം മുഴുവൻ പഠിച്ചു മുന്നേറാൻ ഞാൻ നിങ്ങളെ എൻ്റെ ജീവിതാനുഭവത്തോടെ ചേർന്ന് ഞാൻ നിങ്ങളെ അഭിമാനത്തോടെ ആഹ്വാനം ചെയ്തു. സാമ്പത്തികമായി വളരെ എല്ലാ വാതിലുകളും അടഞ്ഞ ഒരു വർഷമായിരുന്നു 2020. സകല വാതിലുകളും സഭയോടുള്ള ബന്ധത്തിലുള്ള വരുമാനമായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിളയിൽ നിന്നോ മറ്റിൽ നിന്നോ മറ്റൊരു വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ഒരു ജീവിത സാഹചര്യമാണ്. സുവിശേഷം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമാണ്. സുവിശേഷത്തിന്റെ സകല വാതിലുകളും അടയപ്പെട്ട 2020 പ്രസംഗത്തൊഴിൽ കൊണ്ട് കണ്ടം കൊണ്ട് മാത്രം ശബ്ദം കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ശബ്ദം പുറപ്പെടുവിക്കരുതെന്ന് സർക്കാർ നിലവാരത്തിന് മുമ്പിൽ എല്ലാ ബാധ്യതകളും അടങ്ങും. ചെറിയ ബാധ്യതയൊക്കെ ഞങ്ങൾ തീർക്കുന്നത് ഞങ്ങളുടെ യാത്രകൾ കൊണ്ടാണ്. സകലതും അടങ്ങും. പക്ഷെ ദൈവം വിശ്വസ്തനായി കൂടെയിരുന്നു. അവർണ്ണനീയമായ നിലയിൽ ശാരീരികവും മാനസികവും ആത്മീകമായ എല്ലാ തലത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയംഗമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ 1 വർഷക്കാലം ഭക്ഷിക്കാൻ തന്നു, ഉടുക്കാൻ തന്നു. ഞങ്ങളെ ഓർമ്മിച്ച, ഞങ്ങളെ കരുതിയ ചില പ്രഭാതവേളയിൽ വളരെ സാധുക്കളായ ചിലർ, അല്ലാത്തവരും സാധുക്കൾ എടുത്തു പറയുന്നത് സ്വന്തം വരുമാനമൊന്നും ഇല്ലാത്തവർ, വരുമാനമുള്ളവരെ ഞങ്ങൾ സഹായിച്ചു. അവരെപ്പോഴും സഹായിക്കുമല്ലോ. വളരെ കഷ്ടത്തിൽ കിടക്കുന്ന പലരെ നിർണായകമായ നിമിഷത്തിൽ പ്രഭാതവേളയിൽ അല്ലെങ്കിൽ സന്ധ്യ നേരത്ത് ഈ ലോക്ക്ഡൗൺ ടൈമിൽ ഞങ്ങൾ ഡോർ വന്ന് മുട്ടുക പതിവായിരുന്നു. അമ്മേ, അവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് തരുന്നു. സുവിശേഷകന്മാരെ മറന്നു പോകാത്ത, ശുശ്രൂഷകരെ മറന്നു പോകാത്ത, അവർ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തപ്പോൾ ഒരു ശുശ്രൂഷകൻ എൻ്റെ അടുത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഹൃദയമായി ഈ രാത്രി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അത്യന്തം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല വചനം നമ്മൾ ഇന്ന് ഈ രാത്രി കേട്ടുകഴിഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 14-ാമത് വാക്യം കർത്താവദാസൻ വളരെ ശ്രേഷ്ഠമായ നിലയിൽ നല്ലൊരു ആലോചന നമുക്ക് പറഞ്ഞു തന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ 2021 വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ചില മിനിറ്റുകൾ, ചില കാര്യങ്ങൾ കൂടെ ദൈവവചനം എന്ന് കേട്ടിട്ട് നമ്മൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട്
തണുപ്പിക്കും. എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. എത്ര അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനം. ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും. ഒന്ന് പുരോഹിത കുടുംബത്തിൽപ്പെട്ടവർ, രണ്ട് ദൈവത്തിൻ്റെ ജനമെന്ന് വിശേഷാൽ അറിയപ്പെടുന്നവർ. അങ്ങനെയെങ്കിൽ അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന രണ്ട് വിധ അനുഗ്രഹങ്ങൾ പ്രാണന്റെ പുഷ്ടിയും ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും നന്മ കൊണ്ട് തൃപ്തി വരുത്തുകയും ചെയ്യുന്ന ഒരു വലിയ ദൈവിക അനുഭവം നമ്മളെ പിന്തുടരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് അതിയായി നന്ദി പറയുന്നു. സഹോദരങ്ങളെ, വർഷക്കാലം എൻ്റെ ഉള്ളിൽ ഉണ്ടായ ഈ അവസാന നിമിഷം ഉണ്ടായ ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ നാളുകളിൽ അഥവാ ഈ വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവിന് വേണ്ടി ഒരു സൗരഭ്യമായി തീരാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏത് പ്രതികൂല സത്യങ്ങളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും ദൈവം തന്റെ മക്കളെ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ ഇടയിലും ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിലും സൗരഭ്യവാസനാകേണ്ടതിന്, യേശു ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസനാകേണ്ടതിന് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർക്കുള്ള കർത്താവിന്റെ സേവ ചെയ്യുന്ന ദൈവം നൽകിയ താലന്തുകൾ വ്യാപാരം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ സൗരഭ്യവാസനമുള്ളവരായിട്ടാണ് പറയുന്നത്. അവർക്ക് ദൈവം നൽകുന്ന ഓഹരിയാണ് അവരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കുന്നത്. പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കുന്നു. പ്രാണൻ പുഷ്ടിയില്ലാതെ പോയാൽ ആകുലതയും ഭാരവും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും അസ്വസ്ഥതകളും വെല്ലുവിളികളും താങ്ങാനാകാത്ത സംഗതികളും ജീവിതത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കും. സ്വതം പ്രാണന്റെ ബലമാണ് നമ്മുടെ ബലം, പ്രാണന്റെ ധൈര്യമാണ് നമ്മുടെ ധൈര്യം, പ്രാണന്റെ പുഷ്ടിയാണ് നമ്മെ നിലനിർത്തുന്നത്. ദൈവത്തിന് വേണ്ടി സൗരഭ്യവാസനയെ ശോഭിക്കുന്ന ഏവർക്കും ദൈവം നൽകുന്ന ഒരു നന്മയാണ് പ്രാണന്റെ പുഷ്ടി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, 2021 20കളിൽ ഏതെങ്കിലും അപജയങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ 2021 നമുക്ക് മടങ്ങി വരാം. 10-20 നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ഹൃദയങ്ങളുടെ ദൈവസന്നിധിയിൽ തുറന്ന് ഒരു വിശാല ഹൃദയത്തിലുടമയായി 2021 ദൈവമേ, ഞാൻ കർത്താവിന് സൗരഭ്യവാസനയെ തീരാൻ കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 21 നമ്മൾ വരവേൽക്കാൻ പോവുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ കുഞ്ഞിനെ വളരെ ശാസിച്ചു. ഒരു കൊച്ചു കുഞ്ഞിന് അവന്റെ വിഷമം തോന്നിക്കാണു. ഇല്ല 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 എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ, 2021 ആരാധന തുടങ്ങുന്നതിന് മുമ്പ് നീ ആലയത്തിലെത്തണം. നിന്റെ അപ്പ നിന്റെ അമ്മ നിന്നെ വിട്ടില്ലെങ്കിലും നീ രാവിലെ എഴുന്നേറ്റ് പോരണം. നിന്റെ അമ്മയോ അപ്പനെയോ ആരാധനയോട് ബന്ധത്തിൽ നീ എന്ത് ചെയ്യരുത്, നോക്കി നിൽക്കരുത്. കാരണം അവനെക്കുറിച്ച് ദൈവത്തിന് നിർണയമുണ്ട്, അവനെക്കുറിച്ച് ദൈവത്തിനൊരു വിളിയുണ്ട്, അവനെക്കുറിച്ച് ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ട്, അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം വലുതാണ്. അതുകൊണ്ട് ഞാൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, മേല 2020 പോലെ നിന്റെ അപ്പനും അമ്മയും തടഞ്ഞാൽ പോലും നീ എന്ത് ചെയ്യരുത്, വീട്ടിൽ കിടക്കരുത്. 21 ആരാഴ്ച ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അല്പം വല്ല കടുപ്പിച്ച പറഞ്ഞത്. അമ്മേ, പുൽപ്പിറ്റിൽ അത്രത്തോളം കടുപ്പിച്ചു പറയാൻ എനിക്ക് തോന്നുന്നില്ല. ജീസസ്. സഹോദരങ്ങളെ, നമ്മുടെ സഭയ്ക്കകത്ത് ഭർത്താവിന് രോഗമെങ്കിൽ ഭാര്യയെ വിടാത്തവരുണ്ട്, ഭാര്യയ്ക്ക് രോഗമെങ്കിൽ ഭർത്താവിനെ വിടാത്തവരുണ്ട്. വളരെ ഡേഞ്ചറാണ്. ജീസസ് നെയ്മ്, ജീസസ് നെയ്മ്. വേദപുസ്തകം കൈകൊണ്ട് പോലും എടുക്കാൻ അവർക്ക് യോഗ്യതയില്ല. സുവിശേഷം പറയാൻ അവർക്ക് യോഗ്യതയില്ല. രോഗം എല്ലാവർക്കും വരും, പ്രതികൂലം എല്ലാവർക്കും വരും, വെല്ലുവിളി എല്ലാവർക്കും വരും. ഞാനിപ്പോ കിടപ്പിലായി. എന്റെ ഭാര്യയോട് നീ പോണ്ടാന്ന് പറഞ്ഞ, എന്റെ മക്കളോട് നീ പോണ്ടാന്ന് പറഞ്ഞ, വീട്ടിലെ ഗ്രഹനാഥൻ എന്ത് ചെയ്യണം? ആരാധനയുള്ള ദിവസം 4 മണിക്ക് സ്വന്തം ഭാര്യയും മക്കളെയും തട്ടി ഉണർത്തണം. ഗ്രഹനാഥൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീസസ് 6 മണിക്ക് മുമ്പ് സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കേണ്ടത് ആ വീട്ടുടയവനാണ്. ആ കാര്യം അവൻ ചെയ്യാതെ പോയി ദൈവം യേശാവിന് കൊടുത്തതുപോലെ കൊടുക്കും. യേശാവ് മൂത്ത മകൻ, പഴയ നിയമ ആചാരപ്രകാരം അനുഷ്ഠാന പ്രകാരം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം
മൂത്തവനായി ഒരു കുഞ്ഞ് പിറന്നാൽ അവനാണ് ആരാധന നടത്തേണ്ടത്. അവനാണ് അപ്പൻ ഇരിക്കുമ്പോഴും അപ്പൻ പോകുമ്പോഴും കുടുംബത്തിന്റെ തലവനെന്ന് പറയുന്നത്. അവനാണ് കാരണവരായിത്തീരുന്നത്. സകല സ്വത്തുക്കളുടെ അവകാശി അവനാണ്. അവൻ ആരാധന നടത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. യാഗം അർപ്പിക്കേണ്ടത് ഇളയവനല്ല, മൂത്തവനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടത്. പക്ഷേ ഏശാവ് ഉദാസീനനായിരുന്നു, ഏശാവ് അലസനായിരുന്നു, ഏശാവിന് ദൈവിക വിഷയങ്ങളിൽ കൂറില്ലായിരുന്നു. അവൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വെച്ചിരുന്നവനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന ഒരു ആശയം അവന്റെ മേൽ അവർ കാത്തു സൂക്ഷിക്കാത്തതുകൊണ്ട് ദൈവം ഏശാവിനെ തള്ളി യാക്കോബിനെ തിരഞ്ഞെടുത്തു. നാം ഇക്കാര്യം വളരെ കാര്യത്തോടെ ഓർക്കണം. ഒരു വീട്ടുടമൻ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യ മക്കളെയും അധികാലത്തെ ആരാധനയ്ക്ക് പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണ്. സ്വതന്ത്രം ഈ പുസ്തകം വായിച്ച ഗ്രഹനാഥയുടെ ചുമതല 2021 ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, യേശാവിനെ പോലെ നിന്നെ തള്ളിക്കളയാതിരിക്കുവാൻ ഗ്രഹനാഥന്മാരെ ഉണരുക, ഉയരുക, ഊർജ്ജസ്വലന്മാരായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രഹനാഥകൾ അവരവരുടെ ചുമതലകൾ നിർവഹിക്കുക. സ്ത്രീകൾ വീട് പണിയുന്നു. 2021 സഹോദരിമാരെ, നിങ്ങൾ കുടുംബം പൊളിക്കരുത്. നിങ്ങൾക്ക് പൊളിക്കാൻ കഴിയുമെന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ വീട് പണിയാനാണ്. വീട് പണിയാനാണ്. ജീസസ് ദൈവത്തിൽ നിന്നൊരു പ്രത്യേക കൃപ, താലത്ത് കുടുംബം പണിയാൻ നിങ്ങൾ പ്രാപിക്കണം. ലേയ ഇസ്രായേൽ ഗ്രഹം പണിതവളാണ്. രൂത്ത് കുടുംബം പണിതവളാണ്. ദെബോര രാജ്യം സേവിക്കുകയോ നിങ്ങൾ അവരെ നിന്ദിക്കുകയോ നിങ്ങളെക്കാൾ കുറവുള്ളവർ താഴെയുള്ളവർ നിങ്ങൾ ചിന്തിക്കുകയോ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധി മാപ്പ് ചോദിക്കാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ കോപിഷ്ഠരായിരിക്കുക. പുരുഷന്മാർ മിക്കവരും കോപകലുഷിതരാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. വളരെ വളരെ മോശകരമായ ഒരു ജീവിത ശൈലിയാണ് സ്വന്തം ജീവിത പങ്കാളിയെ ഉപദ്രവിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവളെ കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറയുന്നത് എത്ര മോശമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ ശ്വാസം പോകുന്നത് വരെ സ്നേഹിക്കുകയല്ലാതെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കുന്നതിനേക്കാൾ വളരെ മോശമായൊരു കാര്യമാണ് അവളെ അപമാനിക്കുക എന്ന് പറയുന്നത്, അവളെ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത്. നിങ്ങളെപ്പോലെ അസ്ഥി, നിങ്ങളെപ്പോലെ ചിന്തയും, നിങ്ങളെപ്പോലെ വസ്തുക്കളും, നിങ്ങളെപ്പോലെ സ്വാതന്ത്ര്യവും, നിങ്ങളെപ്പോലെ കഴിവും ഉള്ളവരാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെന്ന് നിങ്ങൾ കുറിച്ചിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവിക നിയമങ്ങൾക്കപ്പുറം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാൽ ഈ ലോകത്ത് നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുകയില്ല. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരൻ തൻ്റെ ഭാര്യയോട് ഇടപെടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം ബിസ്ക്കറ്റ് മേടിച്ചു കൊണ്ട് വന്നിട്ട് അദ്ദേഹം കഴിക്കുമ്പോൾ സ്വന്തം ഭാര്യ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചാൽ നീ എന്താണ് കൊച്ചുകുട്ടിയാണെന്ന് ചോദിച്ച് ക്രൂരമായി അവളോട് സംസാരിക്കും. അദ്ദേഹത്തിന് സെപ്പറേറ്റ് സോപ്പ്, അദ്ദേഹത്തിന് സെപ്പറേറ്റ് ചീപ്പ്, മറ്റു പല സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കുന്നു. ഞാൻ അവരെ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇങ്ങനെ ജീവിച്ച വളരെ കഷ്ടത്തിലാണ്. അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇന്ന് രാത്രി നിനക്കൊരവസരം ദൈവം തരികയാണ്. നിന്റെ ഭാര്യയെ 2 പക്ഷമായി നീ കാണാതെ നിന്റെ സ്വന്തം ശരീരമായി ചേർത്തടച്ച് എല്ലാ കാര്യങ്ങൾക്കും നിന്റെ ജീവിതം അവളുമായി പങ്കുവച്ച് സന്തോഷകരമായ ഒരു ജീവിതം നീ നയിച്ചില്ലെങ്കിൽ അറിയാതെ ഞാൻ പറഞ്ഞു, നീ പെണ്ണാട്ടില്ലാത്തവരെ ചാകേണ്ടി വരുവാണ്. ഒരു എമ്മക്കാരിയായ പെണ്ണാണ്. അവ കേട്ടില്ല, അനുസരിച്ചില്ല. 2-3 മാസത്തിനുള്ളിൽ പെണ്ണിന്റെ പെണ്ണെട്ടിപ്പോയി. അവളെന്തൊരു നല്ല പുണ്യമായി അനുഗ്രഹത്തോടുകൂടെ പാർക്കുന്നു. സിറ്റി ചർച്ചുള്ള ഒരാളെ ഇടയ്ക്ക് ആ പുരുഷനെ കണ്ടു. നിന്റെ കുടുംബം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ.
എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു കല്യാണം കഴിച്ചില്ല. ഞാൻ പറഞ്ഞ് കല്യാണം കഴിച്ചാൽ പെണ്ണാട്ടി പോയിട്ട് പറഞ്ഞു. ആമേൻ. ജീസസ് ജീസസ്. ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, പുരുഷൻ വെട്ടിയാൽ കൊമ്പ് മുറിക്കും, പെണ്ണ് വെട്ടിയാൽ കൂട് മുറിക്കും. അവൾ വെളിക്കരി കൊമ്പ് മുറിക്കില്ല, അവൾ താഴെ നിന്ന് മൂട് മുറിക്കും. അതുകൊണ്ട് ഒരു പുരുഷന്മാരും മൂട് മുറിക്കാൻ അവസരം കൊടുക്കരുത്. ഹല്ലേലൂയ. വളരെ സാവധാനം ചെയ്യുന്നവരും ജീസസ് വളരെ താഴ്മയോടും വിശുദ്ധിയോടും വേർപാടോടും സ്നേഹത്തോടും ലാവണ്യ വാക്കുകളിലാണ് കർത്താവ് അദ്ദേഹത്തെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വീണ ലാവണ്യ വാക്കുകൾ നിമിത്തം യേശുവിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ജീസസ്. പുരുഷന്മാരും സ്ത്രീകളും ഈ കാര്യങ്ങളിൽ വളരെ ഉത്സാഹം കാണിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ടി സൗരഭ്യവാസമുള്ളവരായി തീരാൻ കഴിയുള്ളൂ. 2021 ശ്രദ്ധയോടുകൂടെ കുടുംബകാര്യം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് കർത്താവിൽ പറയുന്നു. ജീസസ്. 2021 വരുന്ന കഷ്ടതയുടെ നിമിഷങ്ങളെ ശ്രദ്ധയിലും നാം പ്രാർത്ഥനയാണ് നേരിടുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്ത് കഷ്ടത നമുക്ക് കഷ്ടമില്ലെന്ന് വേദപുസ്തകം പറയുന്നില്ല. ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട്. പക്ഷേ നമ്മളൊരു തീരുമാനം ദൈവത്തോട് ഇന്ന് രാത്രി എടുക്കുകയാണ്. കഴിഞ്ഞ കാലത്ത് സകല കഷ്ടതയുടെ വെല്ലുവിളികൾ ഇന്ന് രാത്രി അണിയുകയാണ്. യുദ്ധം വീണ്ടും നടക്കുകയാണ്. ഈ കഷ്ടതയുടെ നടുവിൽ നാം പ്രാർത്ഥനയാണ് ആ കഷ്ടത നേരിടുന്നത്. ജീസസ്. കണ്ട ഓരോ രാത്രികളിൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതായിരുന്നു. ആ കാര്യങ്ങൾ കേട്ടവർ ശ്രദ്ധയിൽ അതിനെ മുറുകെ പിടിക്കണം. സ്തോത്രം. ചിലപ്പോൾ ഇല്ലായ്മയുടെ കാര്യങ്ങൾ വന്നേക്കാം, എല്ലാം തീർന്നു എന്ന് വന്നേക്കാം. 2021 നിങ്ങളുടെ 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 പേഴ്സ് നോക്കി നിങ്ങൾ ജീവിക്കരുത്. നിങ്ങളുടെ പേഴ്സ് നോക്കി നിങ്ങൾ വീട് വയ്ക്കാൻ തുടങ്ങരുത്. നിങ്ങളുടെ പേഴ്സ് നോക്കി നിങ്ങൾ യാത്ര ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സ് നോക്കി കുട്ടിയെ പഠിപ്പിക്കരുത്. നിങ്ങളുടെ പേഴ്സ് നോക്കി നിങ്ങളൊന്നും ചെയ്യരുത്. ഇത് കാലിയായാലും നന്മ ചെയ്യുന്ന ഒരു ദൈവം, തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം, ദൈവത്തിന്റെ പോകട്ടുണ്ടെങ്കിൽ കാലിയായി പോകുന്നില്ല. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ ഒരിക്കലും തെറ്റിച്ചു പോകില്ല. ഞാൻ അവിടുത്തെ ജനത്തിന്റെ ഭാഗമാണ്. എന്റെ ജനം എന്ന് വിശ്വസിപ്പിച്ചത് എന്റെ കൂടെയാണ്. നന്മ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തും. എനിക്ക് ശാരീരിക നന്മ വരും, എനിക്ക് ഭൗതിക നന്മ വരും, എനിക്ക് ആത്മീക നന്മ വരും, എനിക്ക് സ്വർഗീയ നന്മകൾ വരും. ഈ ലോകത്തിലും വരുവാനുള്ള ഭൂമിയിലുള്ള സകല നന്മകളും ക്രിസ്തുയേശുവിലൂടെ എനിക്ക് ലഭ്യമാകും. അതുകൊണ്ട് ലോകജനത ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കയില്ല. ഞാൻ പ്രവർത്തിച്ച വിശ്വാസത്തിൽ കൽപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ചെയ്യാനറിയില്ല. 2021 ദൈവത്തിന്റെ മുഖം നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ ആരംഭിക്കും. ഹല്ലേലൂയ. ഒരു വലിയ ഉത്തമ തീരുമാനം നാം ഇന്ന് ദൈവത്തോട് എടുക്കണം. ഏതോ ഒരു വർഷം സാറാഭാത്തിലെ വിധവയുടെ വീട്ടിൽ ഭയങ്കര പട്ടിണി ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം കരുതുന്നവനായി ഇറങ്ങി വന്നു. ഏലിയാവിന്റെ ജീവിതത്തിൽ എല്ലാം വഴിമുട്ടിപ്പോയ ഒരു കാലമുണ്ട്. പക്ഷെ രാജകൊട്ടാരത്തിന് ഭോജനം കൊണ്ടവൻ ജീവിച്ചു. കാക്ക രാജകൊട്ടാരത്തിലെ ആഹാരവുമായി കടന്നു വന്നു. നിങ്ങൾക്കറിയാം, അലഞ്ഞും വലഞ്ഞും തിരിഞ്ഞും നടന്ന് മരുഭൂമിയിൽ കഷ്ടത യാതന അനുഭവിച്ച ഇസ്രായേലിന് വേണ്ടി തക്ക സമയത്ത് മന്ന കൊടുത്തു, കാടപ്പക്ഷി കൊടുത്തു, പാറയപ്പോഴത്ത് വെള്ളം കൊടുത്തു. പ്രതികൂല സന്ധ്യ വെല്ലുവിളിച്ചപ്പോൾ ചിന്തകൾ രണ്ടായി കീഴ് കുറിച്ചു കൊടുത്തു. യോദ്ധാവിനെ വിഭാഗിച്ചു കൊടുത്തു. അവിടുത്തെ കാറ്റും അവിടുത്തെ ചൂടും ഒന്നും അവർക്ക് ബാധകമായിരുന്നില്ല. ക്ഷേമത്തോടെ അവരെ കരുതിയെങ്കിൽ വിശ്വാസത്തോടെ ഉയരങ്ങളിലേക്ക് നോക്കി പോകണം. ഇസ്രായേലിന്റെ ദൈവം എന്റെ ദൈവം, അവന്റെ തേരണിമാണ്.
നിന്റെ കൈകളിലാകുന്നു എന്ന് ഓർമ്മിപ്പിച്ച ഒരു സമയമാണ്. 2021 രാഷ്ട്രീയ കോളിളക്കങ്ങൾ സംഭവിച്ചാൽ, ക്രിസ്ത്യൻ ജനതയ്ക്കെതിരെ നിയമങ്ങൾ തീർപ്പുകൾ ഉണ്ടാക്കിയാൽ, എന്ത് വൈകാരിക സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചാലും, വ്യക്തിപരമായുള്ള ഏത് കാര്യങ്ങൾ സംഭവിച്ചാലും, ദൈവകരങ്ങളിൽ ലോകം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടും. ജീസസ് നാം ഭയപ്പെടുന്നു. നാം ധൈര്യത്തോടെ ഓരോ ദിവസം മുന്നോട്ട് കാഴ്ചവെളുകൾ വെച്ച് പോകണം. നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവ് 2021 നിശ്ചയമായി നമ്മോടുകൂടെ ഇരിക്കും. ഭാരം ചുമക്കുന്ന നമ്മുടെ കർത്താവ്, വീഴുന്നവരെ താങ്ങുന്ന നമ്മുടെ കർത്താവ്. ഇതേപോലെ ഒരു ആണ്ട് തന്നെയാണ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും തീച്ചുളയിൽ വലിച്ചെറിഞ്ഞത്. പക്ഷെ അവരെ സംരക്ഷിക്കുന്ന സർവശക്തന്റെ കരം അവിടെ ഇറങ്ങി വന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, 2021 നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങളെ പുലർത്തുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ